നിങ്ങൾക്കൊരു 2 ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഗോസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് അടിപൊളി റോഡ് എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി മീറ്റിയോർ 350. ഇത് എൻ്റെ വണ്ടിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്. കാലിക്കറ്റിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ റോഡ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മധുരയിലാണ്. മധുര വരെയുള്ള റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. വലിയ ഇംപ്രസീവ് ഭയങ്കര സംഭവമാക്കി പറയാൻ മാത്രമുള്ള റോഡുകൾ കാര്യങ്ങളൊന്നുമല്ല. ഇനി പോകാൻ പോകുന്നത് രാമേശ്വരത്തേക്കാണ്. രാമേശ്വരത്തേക്ക് ഏകദേശം 166 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് മാത്രം കറങ്ങിയാൽ മതിയോ, കേരളത്തിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് കറങ്ങേണ്ടതെന്നുള്ള ചോദ്യത്തിലാണ് ഈ ഒരു റൈഡ് ഞാൻ ഇറങ്ങിയത്. നല്ല ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. 2 സൈഡും കടലാണ്. നമ്മൾ രാമേശ്വരത്തിന് അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ ഇന്ത്യൻ ഓഷനും മറ്റേ സൈഡിൽ അറേബ്യൻ സീയും ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിതായി ക്രോസ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ പാമ്പൻ പാലം. ഇപ്പോൾ ചെറിയ ക്ലൈമറ്റിൽ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ റൂട്ടിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മഴ തുള്ളികളൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറൻ്റെ മുകളിലൊക്കെ തുള്ളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തത് ഏതായാലും നന്നായി. അല്ലെങ്കിൽ ഈ റൂട്ടിൽ ഭയങ്കര ചൂടാണ് ഉണ്ടാവുക. ഒടുക്കത്തെ ചൂടാണ് ഈ റൂട്ടിൽ ഉണ്ടാവുക. ഞാൻ ഈ റൂട്ടിനെ പറ്റി ആരുടെ ചോദിച്ചാലൊക്കെ പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു ഏരിയയാണ്, ശ്രദ്ധിച്ചൊക്കെ പോകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് മഴ പെയ്തിട്ടുണ്ട്. രാമേശ്വരം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 19 കിലോമീറ്റർ ഒരു മാരക സാധനം തന്നെയാണ് കേട്ടോ. മസ്റ്റായിട്ട് എക്സ്പീരിയൻസിൻ്റെ ഒരു സംഗതി തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി റോഡാണ്. നല്ല റോഡൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുകയാണ്. വലിയ വണ്ടികളോ തിരക്കുകളോ കാര്യമൊന്നുമില്ല. 2 സൈഡും കടലാണ്. കടലിൻ്റെ നടുക്കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാരക എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എത്തിയിട്ടോ. ധനുഷ്കോടി എത്തിയിൽ ആദ്യം തന്നെ നമുക്ക് കയറേണ്ട ഒരു സാധനമാണ് ഈ കാണുന്നത്. ഒരു വാച്ച് ടവർ ഉണ്ട് ഇവിടെ. ജസ്റ്റ് 10 രൂപ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഓൾ ടൗൺ ഏരിയാസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും സ്റ്റെപ്പ് കണ്ടുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ 10 രൂപേൻ്റെ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഈ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോകാൻ പറ്റും. മുകളിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ ഓൾ സിറ്റി ഓൾ ഏരിയാസ് നമുക്കിങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല കാറ്റുണ്ട് കേട്ടോ. ഭയങ്കര കടലായിരുന്നു, അടുത്ത് കടലായിരുന്നു. നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്തൊക്കെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. ജനലിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ അങ്ങോട്ട് വികാതെക്കാനും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഡ് പോയിന്റ് ഓഫ് ഇന്ത്യ കാണാൻ പറ്റും. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡും കടലാണ്. പോരാത്തതിന് റേഞ്ച് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ടവർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യയും ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമ്മൾ ധനുഷ്കോടി എത്തി. ഇതാണ് ഇന്ത്യൻ്റെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ 13 കിലോമീറ്റർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക എത്തും. അതൊക്കെ ശ്രീലങ്ക അല്ല, അത് വേറെന്തോ ചെറിയൊരു ദ്വീപാണ്. അതിൻ്റെ അപ്പുറത്ത് പിന്നെ പോകണം. ഒരു 13 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക എത്താം. ഇവിടെ കുറേ ഇതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. ശംഖ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. മാലകളുണ്ട്, പിന്നെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ സംഗതികൾ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ വരെ വന്നതല്ലേ, ബൈക്കിനൊന്ന് ലാസ്റ്റ് പോയിന്റിലൂടെ റൈഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. നമ്മളിപ്പോൾ ഈ വന്ന റൂട്ടിലാണ് ഗോസ്റ്റ് ടൗൺ, വാച്ച് ടവർ, എല്ലാ സംഗതിയും കിടക്കുന്ന ഒറ്റ റൂട്ടിലാണ് കേട്ടോ. ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ലാസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കവർ ചെയ്ത് നേരെ തിരിച്ചിട്ട് ഗോസ്റ്റ് ടൗൺ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാം. ഇവിടുന്ന് കുറച്ച് നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ 1964 സൈക്ലോണിൽ നഷ്ടപ്പെട്ട കുറേ ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ ഒരു ചർച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഈ വരുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് സീ ഫുഡ് കിട്ടുന്ന ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് ചരിത്രങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. 1964 മുമ്പ് അത്യാവശ്യം വലിയൊരു ടൗൺ ആയിരുന്നു. ആൾക്കാർ ഇവിടേക്ക് ട്രെയിൻ കയറി വന്നിട്ട് ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോകാറുണ്ടായിരുന്നു. ആ സൈക്ലോണിന് ശേഷമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ മരണവും കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ദ ലാൻഡ് നോട്ട് ഫിറ്റ് ഫോർ ലിവിങ് എന്നുള്ളൊരു മുദ്ര കുത്തപ്പെട്ടത്. ഈ ചർച്ചിൻ്റെ ചുമര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേയൊക്കെ പവിയപ്പുറ്റുകൾ കൊണ്ടാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഇപ്പം വെറും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു മാത്രമുള്ള സ്ഥലം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. കുറേ പേര് അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ മാറാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേട്ടോ ഈ ഒരു ടൗണ്. വേറെയും ഒരുപാട് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ അതേപോലെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പോസ്റ്റ് ഓഫീസാണ് ആ കാണുന്നത്.
ഏകദേശം 1600ഓളം ആൾക്കാരാണ് മരണപ്പെട്ടത് അന്നത്തെ സൈക്ലോൺ എന്നാണ് കണക്ക് വരുന്നത്. ഇത് അന്നുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗങ്ങളാണ്, കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു പ്രദേശത്തിനെ ഗോസ്റ്റ് ടൗൺ ഓഫ് ഇന്ത്യ എന്നും അതേപോലെ ലോസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്ന വഴിക്ക് പാമ്പൻ പാലത്തിലൊന്ന് ജസ്റ്റ് നിർത്തണം. ആദ്യം വരുന്ന സമയത്ത് അവിടെ മഴ കാരണം നിർത്താൻ കാര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു. പാമ്പൻ പാലത്ത് നിന്നുള്ളൊരു വ്യൂ ഒരു അസാധ്യ വ്യൂ തന്നെയാണ് കേട്ടോ. കടലും കരയും റെയിൽവേ ട്രാക്കും പാലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വ്യൂ, നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ആ സെൻറ്ററിൽ കാണുന്നതാണ് കേട്ടോ ഈ കപ്പലൊക്കെ വരുന്ന സമയത്ത് ഓപ്പൺ ആക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ അടിപൊളി ഒരു റോഡ് എക്സ്പീരിയൻസ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റൂട്ടാണ്. അപ്പോൾ ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ റേഷ്. ഓക്കെ, ബൈ ബൈ.